ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. പാവയ്ക്ക കഴിക്കാൻ എല്ലാവർക്കും പൊതുവേ വിഷമമാണല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കയ്പൊന്ന് മാറ്റി എങ്ങനെ നമുക്ക് പാവയ്ക്ക കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് പാവയ്ക്കൊക്കെ ഒപ്പം കോവയ്ക്കയോ അല്ലെങ്കിൽ വഴുതനങ്ങയോ വെണ്ടയ്ക്കയോ മിക്സ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പാവയ്ക്കയുടെ കയ്പ് അറിയത്തുമില്ല, നമുക്ക് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇങ്ങനെ വെജിറ്റബിൾ ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒന്നോ രണ്ടോ വെജിറ്റബിൾസ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സവാളയും കൂടെ. എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന 2 ചെറിയ പാവയ്ക്കാണ്. അതിൻ്റെ സമയം കുറച്ച് കൂടുതലായിട്ട് കോവയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞുള്ളിയോ സവാളയോ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകൊന്ന് ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കാന്താരി മുളക് ഇല്ലെങ്കിൽ നമുക്ക് സാധാ മുളക് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ സവാളയോ കുഞ്ഞുള്ളിയോ അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത പാവയ്ക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. കോവയ്ക്കയ്ക്ക് പകരം നമുക്ക് വെണ്ടയ്ക്കോ വഴുതനങ്ങയോ എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഈ വെജിറ്റബിൾസ് നമുക്ക് ഷുഗറൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഹെൽത്തി ബെനിഫിറ്റ്സൊക്കെ ഉള്ള വെജിറ്റബിളാണ്. കോവയ്ക്കയും പാവയ്ക്കയും ഒരുപോലെ നമുക്ക് ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ നല്ലതാണ്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ വെജിറ്റബിൾ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലും ഇട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ന്യൂ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകും. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് ഇനി വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.